ഹേ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സഹായിക്കുന്ന 10 സിമ്പിൾ ഹാബിറ്റ്സ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് നിങ്ങളിൽ കൊണ്ടുവരും. സോ let's do it. Hello friends, it's me your brother and welcome back to another great episode. So number 1, drink more water. നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 60% വെള്ളമാണ്. ആൻഡ് ശരിയായിട്ട് വെള്ളം കുടിച്ചാൽ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് മുതൽ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. ഈവൻ ഫോക്കസ് വരെ ഇംപ്രൂവ് ആവും. ഒരു 8 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കുക. ബട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി ലെവലിനെ ഡിപ്പെൻഡ് ചെയ്ത് മേ ബി ഇതിനേക്കാൾ കൂടുതൽ വേണ്ടിവരും. കഴിവതും എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതുക ആൻഡ് റെഗുലർ ആയിട്ട് വെള്ളം കുടിച്ച് ശീലാവുക. നമ്പർ 2, ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. അടുത്തത് ഉറക്കമാണ്. മിക്ക ആളുകളും ഉറക്കത്തിന് വേണ്ട പ്രാധാന്യം നൽകാത്തവരാണ് ആൻഡ് അത് വളരെ ഡേഞ്ചറസ് ആണ്. അഡൾട്ട്സിന് ഡെയിലി 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം കിട്ടണം. എന്നാലേ നല്ല ഒപ്റ്റിമൽ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. നല്ല ഉറക്കം നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യും, മെമ്മറി എൻഹാൻസ് ചെയ്യും, മൂഡ് ഇംപ്രൂവ് ചെയ്യും ആൻഡ് ഈവൻ വെയിറ്റ് മാനേജ്മെന്റിന് പോലും ഹെൽപ്പ് ചെയ്യും. സോ നല്ല ഉറക്കം ശീലമാക്കുക. നമ്പർ 3, ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. നെക്സ്റ്റ് ന്യൂട്രീഷൻ ആണ്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അതത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഹോൾ ഫുഡ്സ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ലൈക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീൻ പ്രോട്ടീൻസ്, ഹോൾ ഗ്രെയിൻസ്, ഹെൽത്തി ഫാറ്റ്സ്. ആവശ്യത്തിന് ന്യൂട്രിയൻസ് കൊടുത്താലേ ശരീരം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ആൻഡ് അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ഫുഡ് കഴിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. നമ്പർ 4, മൂവ് യുവർ ബോഡി ഡെയിലി. ശരീരം അനങ്ങണം. ഡെയിലി സം കൈൻഡ് ഓഫ് എക്സസൈസ് ചെയ്യുക. ജിമ്മിൽ പോയിട്ട് ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. ഒരു ഷോർട്ട് വാക്ക്, സ്ട്രെച്ചിങ്, ലൈറ്റ് യോഗ, ഇതൊക്കെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഡെയിലി അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. അത് നിങ്ങളുടെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യും, മൂഡ് ഇംപ്രൂവ് ചെയ്യും ആൻഡ് ഹൃദയത്തിൻ്റെ ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നതും റെഗുലറായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി കണ്ടെത്തുക. നമ്പർ 5, മൈൻഡ്ഫുൾനെസ് ഓർ മെഡിറ്റേഷൻ. ഇന്നത്തെ കാലത്ത് എല്ലാവരും വളരെ ഓവർവേംഡ് ആണ്. സോ നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും കോൺസെൻട്രേഷൻ കൂട്ടാനും ഇമോഷണൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഡെയിലി 10 to 15 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യുന്നത് സഹായിക്കും. എല്ലാ ദിവസവും രാവിലെ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരിക്കുക, എന്നിട്ട് ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഈ ഒരു സിമ്പിൾ പ്രാക്ടീസ് നിങ്ങളുടെ മൈൻഡിനെ കാമാക്കാനും ആൻഡ് അന്നത്തെ ദിവസത്തിന് മുഴുവനും ഒരു പോസിറ്റീവ് ടോൺ നൽകാനും സഹായിക്കും. നമ്പർ 6, ടേക്ക് ബ്രേക്സ് ഫ്രം സ്ക്രീൻസ്. ഇപ്പം നമ്മളെല്ലാവരും ഫുൾ ടൈം ഫോണിലാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ, അല്ലെങ്കിൽ TV-യിലാണ്. സോ നമ്മളുടെ കണ്ണിന് കുറച്ച് റെസ്റ്റ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായിട്ട് 20-20-20 റൂൾ ഫോളോ ചെയ്യാം. ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും 20 അടി ദൂരത്തിലേക്കുള്ള എന്തിലെങ്കിലും 20 സെക്കൻഡ് നേരത്തേക്ക് നോക്കി നിൽക്കുക. അത് നിങ്ങളുടെ കണ്ണിനുണ്ടാവുന്ന സ്ട്രെയിനും മെൻ്റൽ ഫാറ്റിഗും ഒക്കെ കുറയ്ക്കും. ആൻഡ് അതേപോലെ എല്ലാ ദിവസവും എല്ലാത്തുനിന്നും ഒന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് ലൈക്ക് റീഡിങ്, ഗോയിങ് ഫോർ എ വാക്ക്, ഇഷ്ടമുള്ള ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്പർ 7, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇനി ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി സംസാരിക്കാം. എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾക്ക് നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് വളരെ നല്ലതാണ്. റെഗുലറായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർ കൂടുതൽ ഹാപ്പി ആയിരിക്കും, സ്ട്രെസ്സ് കുറവായിരിക്കും ആൻഡ് ഈവൻ ഫിസിക്കൽ ഹെൽത്തിനും ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. സോ ഡെയിലി നിങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ആൻഡ് ഓവർ ടൈം അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നമ്പർ 8, മെയിൻറ്റെയിൻ ഗുഡ് പോസ്ചർ. ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ബട്ട് പലരും ശ്രദ്ധിക്കാതെ വിടുന്നൊരു കാര്യം കൂടിയാണ്. ഒരു നല്ല പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും എല്ലാം ഒരു ഗുഡ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ മസിൽസ് ആൻഡ് ജോയിൻസിനെയൊക്കെ സ്ട്രെയിൻ കുറയ്ക്കും, ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യും ആൻഡ് നിങ്ങളെ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുകയും ചെയ്യും. സോ എപ്പോഴും പോസ്ചറിനെ പറ്റിയിട്ട് മൈൻഡ്ഫുൾ ആവുക. നമ്പർ 9, ലിമിറ്റ് ആഡഡ് ഷുഗേഴ്സ്. പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് കൂടുതലായിട്ട് ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തടി കൂടാനും എനർജി കുറയാനും ആൻഡ് ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് തുടങ്ങിയ ക്രോണിക് ഡിസീസസ് വരാനും കാരണമാവും. സോ ഈ ഷുഗറി ഡ്രിങ്ക്സ്, സ്നാക്സ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് പകരം നാച്ചുറലി സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ലൈക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. ആൻഡ് നമ്പർ 10, സെറ്റ് എസൈഡ് ടൈം ഫോർ സെൽഫ് കെയർ. ആൻഡ് ഫൈനലി സെൽഫ് കെയറിന് കുറച്ച് ടൈം മാറ്റിവെക്കുക. ലൈഫ് വളരെ ബിസി ആവാം, ബട്ട് കുറച്ച് ടൈം ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് റീചാർജ് ചെയ്യാനും ഒക്കെ ആയിട്ട് മാറ്റിവെക്കണം. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ പലർക്കും അത് ഡിഫറെൻ്റ് ആവും. ലൈക്ക് ബുക്ക് വായിക്കുന്നത്, ഒന്ന് കുളിക്കുന്നത്, നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓർ സിംപ്ലി ഡൂയിങ് സംതിങ് ദാറ്റ് യു ലവ്. സോ യെസ്, ഇതാണ് നിങ്ങളെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 10 സിമ്പിൾ ഹാബിറ്റ്സ്. ആദ്യം ഒരു 2-3 ഹാബിറ്റ്സ് പിക്ക് ചെയ്ത് അത് ഫോളോ ചെയ്യുക ആൻഡ് ഗ്രാജുവലി ബാക്കിയുള്ളത് കൂടി ലൈഫിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. സ്മോൾ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ബിഗ്ഗർ റിസൾട്ട് കൊണ്ടുവരാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്ത് എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.